സാധാരണ കപ്പ തിന്നുന്നല്ല, ഇപ്പൊ കപ്പയും കൂടെ തിന്നു. ഈ കപ്പ മൊത്തം പറിച്ചാ? ആ, ആന പറിച്ചോ, അതല്ല മൊത്തം പറിച്ചോ. അപ്പൊ ഞാൻ ലൈറ്റ് അടിച്ചപ്പം ഇത് ആന കാറിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി, ഇന്നലെ നിന്ന് തുള്ളിട്ട് ഞെട്ടിപ്പോയി, പേടിച്ച്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പടക്കം ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കഴിഞ്ഞ 4 ദിവസം മുന്നേ ഒന്ന് വന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാം അടിച്ച് തകർത്തിട്ട് പോയതാ. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നു. 4 ദിവസം ഇത് ആളുകൾ താമസം ഉണ്ടായിരുന്നു. എല്ലാവരും അവിടുന്ന് ഇങ്ങനെ ഇതായിട്ട് ഇറങ്ങി സ്ഥലം മേടിച്ച് ആനയുടെ ശല്യം കാരണം മേടിച്ചു. വേറെ കപ്പ, ഇത് വാഴ, തെങ്ങ് എല്ലാം മൊത്തം കപ്പ വരെ ചോടെ പറിച്ച് തിന്നു. കളയുകയല്ല ചെയ്യുന്നത്, ഇത് തിന്നുവാണ്. കിഴങ്ങ്, കപ്പയുടെ കിഴങ്ങ് തിന്നിട്ട് നശിപ്പിച്ച് മൊത്തം കളയുക. 100 മൂട് കപ്പയുണ്ടായിരുന്നു പുള്ളിയുടെ, അതെല്ലാം നശിപ്പിച്ച്. എല്ലാ ഇതുകൊണ്ടും ഒരു രക്ഷയില്ല. കടുവയായിട്ടും മാനായിട്ടും പുലിയായിട്ടും എല്ലാ സാധനമുണ്ട്. എല്ലാ മൃഗങ്ങളും ഇറങ്ങുകയാണ്. ഇപ്പൊ ജീവിക്കാനൊരു മാർഗ്ഗമില്ല ഇവിടെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാളത്തോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. നിരവധി തവണ നമ്മൾ മഴക്കാലത്തോടനുബന്ധിച്ച് പലപ്പോഴും ഇവിടെ വരാറുണ്ട്. കാട്ടാന ശല്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. നിരവധി സ്ഥലങ്ങളും നിരവധി കൃഷികളുമാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോവാം. വളരെ ഭീകരമായൊരു അന്തരീക്ഷം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രദേശമാണ് വാളത്തോട്, എടപ്പുഴ എന്നീ പ്രദേശങ്ങളൊക്കെ. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. ഏതായാലും സ്ഥലത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കൂടെ ഇട്ടുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ മകൻ്റെ വീട്ടില സജിത്ത് അല്ലേ? കടിപ്പിൽ വീട് വരും. ചേട്ടൻ്റെ വീട്ടുകാരല്ലേ? എൻ്റെ മകൻ്റെ സ്ഥലമായിരുന്നു. എൻ്റെ സ്ഥലം വേറെ ഉണ്ട്. ആണല്ലേ? എത്ര മണിയാ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സദാനന്ദൻ. എത്ര മണിയായപ്പോഴാണ് ആന? ഒരു 4:30 ആയപ്പോൾ വെളുപ്പിന് 5:30 കയറിപ്പോയി. ആണല്ലേ? നേരം വെളുത്തു. എതിരെ ഇറങ്ങി വന്ന ഫോറസ്റ്റിനകത്തൂടെയാ. ഈ വഴി കൂടെ തന്നെ വന്ന? ഈ വഴി കൂടെയാ വന്ന. അതെ. എന്നിട്ട് തിരിച്ചു പോയത് ഇതിലെ വന്ന് കയറി തിരിച്ചു പോയി. റോഡിൽ കൂടെ ചവിട്ടിയ പാടുണ്ടായിരുന്നു. അതെ, റോട്ടിൽ കൂടെ ചവിട്ടിയ പാടുണ്ടായിരുന്നു. നിരവധി ആനപ്പിണ്ടൊക്കെ ഈ റോട്ടിൽ കൂടെ ഒക്കെ നിരവധി കുറേ സമയം ആന റോട്ടിൽ കൂടെ പോയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ ആനപ്പിണ്ടം മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഈ വഴി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നത്? അത് കുറേ മോള് വരെ ഉണ്ട്. ആണല്ലേ? ഫോറസ്റ്റിൻ്റെ സൈഡ് വരെ. അത് കഴിഞ്ഞ് തീരുവ. കണ്ടമാനം കളഞ്ഞു കേട്ടാക്ക്? കണ്ടമാനം കളഞ്ഞു. ആണല്ലേ? ഒത്തിരി കളഞ്ഞു. ആണല്ലേ? നിങ്ങൾ അറിഞ്ഞായിരുന്നു ആന വന്ന കാര്യം? അത് രാവിലെ ഇത് മുറുമുറുക്കുന്ന കേട്ടോ. അന്നേരം വെളുപ്പിനെ 5:30 ആയപ്പോൾ ഏറ്റു പടക്കം പൊടിച്ചിട്ട് മാറിയില്ല, വെല്ല പോവുകയത്. രാത്രി 2 മണി ആയപ്പോൾ വന്നു ഒരു സെറ്റ്. 2 സെറ്റ് ആന ഉണ്ടായിരുന്നു. 2 മണിക്ക് വന്നായിരുന്നു? 2 മണിക്കും വന്നു. മൊത്തം എത്ര ആന ഉണ്ടെന്ന് പറഞ്ഞാൽ? മൊത്തം 6 ഉണ്ട്. ഇവിടെ ഒരു സെറ്റ്, പിന്നെ അക്കരെ വേറെ ഉണ്ട്. ഇപ്പൊ ഇത് തിരിച്ച് കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇളമ്പക്കകത്തുണ്ട്. ഇളമ്പേല ഇതിന്റെ മുകളുണ്ടോ? മുകളിൽ ഇളമ്പേല. ആണോ? സന്ധ്യ ആകുമ്പം ഇങ്ങോട്ട് വരും. ഇതിപ്പോ കുറെ ദിവസം എങ്ങനെ തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ആണല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്ന് വന്നേച്ച് 8 ദിവസം വന്നേച്ച് ഒന്ന് രാവിലത്തെ പോയിട്ടായി. ഈ കഴിഞ്ഞ രാത്രി ഒന്ന് തെങ്ങൊക്കെ കളഞ്ഞു. തെങ്ങും വാഴയും കപ്പയും ഒക്കെ കളഞ്ഞല്ലേ? വീടിന്റെ പരിസരം നഷ്ടം ഉണ്ടായില്ലേ? ഒത്തിരി നാശം. കാണിച്ചു തരാമോ പറമ്പ്? നമുക്ക് ഏതായാലും പറമ്പിലേക്ക് ഒന്ന് പോവാം. ഈ റോട്ടിൽ കൂടെ തന്നെയാണ് ആന വന്നത് കേട്ടോ. പല സെറ്റായിട്ടാണ് വന്നത്. ഇവിടെ ഇങ്ങനെ കാട്ടാന പ്രശ്നം സ്ഥിരം ഉള്ളതല്ലേ? ഉള്ളതാ, സ്ഥിരം ഉള്ളതാ. വരും 5-6 പടക്കം തരും. അവർ രാത്രി വന്ന് ഓടിക്കും, അവരങ്ങ് പോകും. മോളി ഫെൻസിങ് ഒന്നും ഇല്ല? ഫെൻസിങ് ഇട്ട് വരുന്നേ ഉള്ളൂ. അതല്ലേ? ഒന്നും ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. സ്ഥിരമായിട്ട് വന്യമൃഗ പ്രശ്നമുള്ള ഇത് ആദ്യം വന്ന് വരച്ചാ ഇവിടെ. ഇത് ആദ്യം വന്നു. അതെ. പിന്നെ ഇതിലേ ഇറങ്ങിയിട്ടുണ്ട്. റോഡിൽ കൂടെ തന്നെയല്ലേ പോയത്? ഇതിലേ കയറിയിട്ടുണ്ട്. ഞാൻ രാത്രി വരുമ്പോൾ അവിടുന്ന് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ആണല്ലേ? റോട്ടിൽ കൂടെ തന്നെയല്ലേ പോയെ? ഈ റോട്ടിൽ നിന്ന് നേരെ ഈ വഴിയെ ഇങ്ങനെ ഈ പറമ്പിൽ കൂടെ ഇറങ്ങിയാണ്. ഈ ചേട്ടൻ്റെ പറമ്പ് തൊട്ട് താഴെയാണുള്ളത്. അങ്ങോട്ടാണുള്ളത്. അതെ. വേറെ ഒരു സെറ്റ് ആന ഇതിലെയാണ് ഇറങ്ങിപ്പോയത്. താഴെ വരെ ഇതല്ലേ? ഇതിലാ വന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് രാജേഷ്. 4:45 ഞാൻ പശുവിനെ കറക്കാൻ വേണ്ടി എണീറ്റ് പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ആന കാറുമായിരുന്നു. പെട്ടെന്ന് ഒരൊറ്റ കരച്ച് കയറി. ഞാൻ ഞെട്ടിപ്പോയി. അറിഞ്ഞില്ലായിരുന്നല്ലേ? ഇല്ല, അറിഞ്ഞില്ല. അടുത്തുള്ളവരോ അറിയുന്നില്ല ആന ഇവിടെ അടുത്ത് ഇങ്ങനെ ഉണ്ടെന്നുള്ളതേ. അപ്പം ഞാൻ ലൈറ്റ് അടിച്ചപ്പം ഇത് ആന കാറിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി, ഇന്നലെ നിന്ന് തുള്ളിട്ട് ഞെട്ടിപ്പോയി, പേടിച്ച്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പടക്കം ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് ഇവിടെ സ്ഥിരമായിട്ട് ആന വരാറുണ്ട്. കഴിഞ്ഞ 4 ദിവസം മുന്നേ ഒന്ന് വന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാം അടിച്ച് തകർത്തിട്ട് പോയതാ. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നു. 4 ദിവസം. ഇത് മുകളിൽ തന്നെയല്ലേ ഇറങ്ങി വരുന്നത്? ഇത് മേളിൽ നിന്ന്. എത്ര ദൂരമുണ്ട്? ഇത് കുറച്ച് ഒരു 1 കിലോമീറ്റർ കൂടി ഇങ്ങോട്ട്. താമസമുള്ള ആളുകൾ താമസം ഉണ്ടായിരുന്നു. എല്ലാവരും അവിടുന്ന് ഇങ്ങനെ ഇതായിട്ട്
ഇറങ്ങി സ്ഥലം മേടിച്ച് ആനയുടെ ശല്യം കാരണം മേടിച്ച് വേറെ പോയി. അപ്പൊ ആന പിന്നെ താഴേക്ക് ഇറങ്ങി വരുക. ആന വീണ്ടും താഴെ ഇറങ്ങി വരുവാണ്. മൃഗത്തിന്റെ ശല്യങ്ങള് എല്ലാം വാളത്തോട് ടൗണിലെത്തി. ഇപ്പം നിലവില് ഇപ്പം ബസ് തിരിക്കുന്ന ടൗണില് മെയിൻ ടൗണിൽ മലങ്കര പള്ളിയുടെ പുറകിൽ വരെ ആന എത്തിയിട്ടുണ്ട്. പള്ളിയുടെ പുറകിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അധികൃതർ എന്തെങ്കിലും വേണ്ട നടപടികൾ കാണിച്ച് ഫെൻസിങ് വല്ലതും ഉണ്ടോ? ഫെൻസിങ് ഇവർ വലിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതിന്റെ പണി ഇങ്ങനെ തീർത്ത് നടക്കുന്നുമില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? ആദ്യം ഒരു കൊല്ലം അടുത്താകാൻ തുടങ്ങി. അപ്പോൾ അത് ഫെൻസിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പൊ ചാർജ് ചെയ്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വാണിയപ്പാറ അവിടെ മുതൽ ചാർജ് ചെയ്ത് വരുന്നു എന്നാണ് പറയുന്നത്. എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രശ്നം നേരിടുന്നുണ്ട്? ഇപ്പം 1 കൊല്ലം 2 കൊല്ലമായിട്ട് ഈ പ്രശ്നമുണ്ട്, വരുന്നുണ്ട്. ഇതിനു മുന്നേ ഒരു 4 മാസം കൂടുമ്പോൾ വരുവാനാണ്. ആകെ ബുദ്ധിമുട്ടാണ്. ഒരു കൃഷികളോ എല്ലാം മൊത്തം നശിപ്പിച്ച്. താഴെ സാധാരണ ചേട്ടൻ്റെ ആണെങ്കിൽ കപ്പ, വാഴ, തെങ്ങ് എല്ലാം മൊത്തം കപ്പ വരെ ചോടെ പറിച്ച് തിന്നു കളയുമല്ല ചെയ്യുന്നത്. ഇത് തിന്നുവാണ് കിഴങ്ങ്, കപ്പയുടെ കിഴങ്ങ് തിന്നിട്ട് നശിപ്പിച്ച് മൊത്തം കളയുക. 100 മൂട് കപ്പയുണ്ടായിരുന്നു പുള്ളിയുടെ, അതെല്ലാം നശിപ്പിച്ച് കളയും. ഇല്ലല്ലോ, ഒരു കൃഷി ഒരു കാര്യങ്ങളും കൊണ്ടൊന്നും നിൽക്കാൻ പറ്റില്ല. എന്റെ വീട് തൊട്ടപ്പുറത്താണ്. ഇന്നലെ ആന ഇവിടെയാണ് നിന്നത്. ആന ഇവിടെ നിന്നിട്ട് ഒരു കാർച്ച കയറി. അതാണ് എന്റെ വീട്. ഇതിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? മിറ്റം വരെ എത്തിയിട്ടുണ്ട്. അവിടെ മിറ്റം വരെ, തൊഴുത്തിന്റെ അടുത്ത് വരെ എത്തിയാനാ. എന്റെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ്. ആനയുടെ മെയിൻ ആയിട്ട് റോഡിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലൈറ്റ് ഇട്ട് വന്നു പോലെ അന്നേരം ആന കാറിയപ്പോ ഇല്ലില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരില്ലായിരുന്നു, പുറത്തിറങ്ങൂലായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഇതില്ല. ഉണ്ടെങ്കിൽ ഇതാ മിറ്റം വരെ എത്തി. ആനക്കുഞ്ഞ് ഇവിടെ വന്നിട്ട് ഇത് ഛർദിച്ച് വെച്ചേച്ച് പോയത്. ആനക്കുഞ്ഞ് ഛർദിച്ച് വെച്ചേച്ച് പോയത് ഇതുണ്ടല്ലോ, മുറ്റത്ത് വന്നിട്ട് ഛർദിച്ച് പോയി. കന്നാലിക്കൊണ്ട് അടുത്ത് അത് പുല്ല് തിന്നിട്ട് ഛർദിച്ച് വെച്ചേച്ച് പോയതാ. പിന്നെ എന്നിട്ട് ഇവിടെ വന്നതാ, ഇത് മേലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ കയറി മേലോട്ട് കയറി ആനക്കുഞ്ഞ് അങ്ങോട്ട് കയറി. ഇതല്ലേ ഇതിലെ നടക്കല്ലേ കൂടെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. എല്ലാം ചവിട്ടി പൊളിച്ചാണ് ആനക്കുഞ്ഞ്. ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവിടെ പശുവിനെ കറക്കാൻ വന്നു. അപ്പൊ നിലവിൽ അവിടെ നിന്ന് കാറി ആന പേടിച്ചു പോയി. പശുവും പേടിച്ചത് 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് ഇന്ന് 5 ലിറ്റർ പാലാ കിട്ടിയത്. ഭയങ്കര ഭീകരമായ അവസ്ഥ. ഈ പുല്ലൊക്കെ അല്ല, അത് നമ്മള് വാരിയിടുന്ന പുല്ല്. ഇതിന്ന് ഇവിടെ വന്നിട്ട് ആനക്കുഞ്ഞ് ഇവിടുന്ന് കുറച്ച് തിന്നു. കുറച്ചേ വലിച്ച് പുല്ല് വലിച്ചു തിന്നായിരുന്നു. അതാ ചോദിച്ചേ, ഇത് കണ്ടപ്പോഴേ വലിച്ചു തിന്നത്. ആ പുല്ലെല്ലാം കൊണ്ടില്ല, എല്ലാം നശിപ്പിച്ചത്. കയറി അതാ പുല്ല് എല്ലാം നശിപ്പിച്ച് മൊത്തം കുളമാക്കി. ആനക്കുഞ്ഞ് കത്തിന്റെ സൈഡിൽ കണ്ടോ, സൈഡിൽ ഇറങ്ങിയിട്ട് ചാടിപ്പോയില്ലത് അതുപോലെ. വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇത് പഞ്ചായത്തുകാരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇതിനെ? അവര് ഫെൻസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നോക്കാൻ, കൈകാര്യം ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരുന്ന അല്ലാതെ ഒരു തീരുമാനം എന്തെങ്കിലും ഇത് നടപടിയാക്കണം. പിന്നെ ഫെൻസിങ് അപ്പുറത്തും അങ്ങാടികൾ ബാണിപ്പാറ വലിച്ചു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ മുതൽ വന്നിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുക, നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമ്പോഴത്തേക്ക് ഏകദേശം കൃഷിയൊക്കെ തീരുമാനമാകും. എല്ലാം തീരുമാനമാകും. ഒരു സാധനം നടാൻ പറ്റില്ല. അതാ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ താഴേക്കുള്ളത് പറമ്പാറിയാ സാധാരണ നമുക്ക് വീടിന്റെ അതിലൂടെ അങ്ങ് കയറാം. അല്ല, ഇതിലെ കുത്തി ഇറങ്ങിയ ചെളിയാ. ഇത് എടുത്തിട്ട മണ്ണ. ഇതൊക്കെ ആന ഇറങ്ങി പോയതല്ല. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നാ നശിപ്പിച്ചു കേട്ടോ. അന്ന് വന്നപ്പോൾ 3-4 എണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് പേടി എന്നാന്നറിയോ, ഈ വീടിന്റെ മുമ്പ് 2 തെങ്ങുണ്ട്. അതങ്ങനെ ചവിട്ടിട്ടുണ്ടെങ്കിൽ പേടി. ഇതിപ്പോ ഈ ഇതെല്ലാം ആന കളഞ്ഞോ കഴിഞ്ഞ വെള്ളിയാഴ്ച? ഇത് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ആന കളഞ്ഞ കേട്ടോ. നമുക്ക് ഇത് റോട്ടിൽ തന്നെ കാണാം. ആ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു ആനക്കുഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിണ്ടൊക്കെ കിടക്കുന്നു. ഒന്നല്ല, പല ആനകൾ ഈ റോട്ടിൽ കംപ്ലീറ്റ് ഈ ആന നശിപ്പിച്ച വാഴകളുടെ വേസ്റ്റ് മാത്രമേ കാണാനുള്ളൂ. ഇതൊക്കെ ഒരു വെട്ടി കളഞ്ഞില്ല കംപ്ലീറ്റ്. 2 സൈഡിലുള്ള കംപ്ലീറ്റ് നിങ്ങൾക്ക് എങ്ങോട്ട് നോക്കിയാലും കാണാം. വളരെ ഭീകരമായ ഒരവസ്ഥ കേട്ടോ. നോക്കാം, നമുക്ക് കാണാം. ഇതുണ്ടോ,
ഇതുണ്ടോ എന്തോരം കളഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇതുണ്ട് റോട്ടിൽ കൂടെ കിടക്കുന്നതാണ് ഇതാണ് ആനപ്പിണ്ടം. ഇതും അതെ ഡയേഷൻ്റെ. അതെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടാവും റോട്ടിൽ കൂടെ. അതെ ഒരൊറ്റ വാഴയില്ലാതെ കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ. 100-200 എണ്ണം കളഞ്ഞു വാഴ. അല്ലേ? തെങ്ങുമായിട്ട് തെങ്ങനെ കളഞ്ഞില്ല, 3-4 പോയി വന്ന് വാളാട് ടൗൺ അല്ല വാളത്തോട് ടൗൺ വരെ എത്തിയില്ല. വാളത്തോട് ടൗണിൽ വന്നു ആന. അതായത് മുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഇങ്ങോട്ട് പോരുന്ന അനുസരിച്ച് ആനയും പോരുവാ, താഴേക്ക് പോരുവാ. അത് വലിയൊരു പ്രതിസന്ധി അല്ലേ? ഫോറസ്റ്റുകാർ വന്നാൽ 4 പടക്കം തരും. അവരവർ രാത്രി കുറേ ഒഴിച്ചിട്ട് പോകും. പിന്നെ അവർ പോയി കഴിയുമ്പോൾ ആന പിന്നെയും വന്നു വരും അല്ലേ? ഈ ചേട്ടൻ്റെ സാധാരണ ചേട്ടൻ്റെ പറമ്പ് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കാണാനായിട്ട് പോകുന്നത്, നമ്മൾ കയ്യിലേ ഇറങ്ങാനായിട്ട് പറ്റില്ല. ആന പക്ഷേ അതിലേ ഇറങ്ങിയതിന് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നമ്മളേതായാലും ആ ഒരു പ്രദേശം ഒന്ന് കാണാം കേട്ടോ. അവിടുന്ന് ഇതാണ് ഈ ചേട്ടൻ്റെ വീട്. ഈ വാഴയൊക്കെ ആന കളഞ്ഞായിരിക്കും. ആന കളഞ്ഞോ? വെട്ടി കൊണ്ടെന്ന് വെച്ചേക്കാം ആയിരിക്കും. അപ്പം മോളിൽ നിന്ന് എടുത്തോണ്ട് വന്നോ? ഈ വലിപ്പമുള്ള വാഴക്കലയുള്ള വാഴയൊക്കെ കളഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കിട്ടിയത് എടുത്തുകൊണ്ട് പോന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കാണ് കളഞ്ഞേക്കുന്നത്. നമുക്ക് ഏതായാലും പറമ്പൊന്ന് കാണാം. നമ്മളിപ്പോൾ കണ്ട റോഡ് ഇതേ തൊട്ട് മുകളിലാണ്. നമുക്ക് അതിലേ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിലേ ഇറങ്ങിയാണ് കേട്ടോ. അതിൽ കാണാം. ഇത് മൊത്തം നേരത്തെ കളഞ്ഞല്ലേ? മൊത്തം നേരത്തെ കളഞ്ഞു. എനിക്ക് ഈ കഴിഞ്ഞ വെളുപ്പിന് 4:30 വന്ന ആന. ആദ്യം 2 മണിയായപ്പോൾ അനക്കം കേട്ടുണ്ടാ ഓടി ചെല്ലുന്നേ. ഞങ്ങൾ അറിയുന്നേ. എനിക്ക് എന്തോരം വാഴ കിടക്കുന്നതെന്ന്. അന്നേരം ഇതെല്ലാം നശിപ്പിക്കുക ഇവിടെ വന്നിട്ട് ഒരുപാടല്ലേ ഈ തെങ്ങ്. എൻ്റെ പൊന്നെ, ഇത് കുറേ നേരം മെനക്കെട്ടുണ്ടാവുമല്ലോ. ഒരു 1.5-2 മണിക്കൂറുണ്ടാവും അല്ലേ? 3 മണിക്ക് 4 മണിക്ക് വന്നാൽ ഒരു 5:30 ആയപ്പോഴാണ് കയറിപ്പോയെന്നാ. പടക്കം പൊട്ടിച്ചപ്പോൾ ഒച്ച കേട്ടു. പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അടുത്തെടുക്കാനൊരു പേടി. ഈ തെങ്ങും കളഞ്ഞല്ലേ? തെങ്ങും കളഞ്ഞു. മൊത്തം നശിപ്പിച്ചു കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ അവിടെ അതെ മഴ. ഈ പ്രദേശം മൊത്തം കുളമാക്കിയിട്ടേക്കും കേട്ടോ. വേണ്ടോ കംപ്ലീറ്റ്. ഈ ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് പുല്ലൊന്നും കാണാനില്ല. പുല്ലുമില്ല, ചക്കക്കുരും കപ്പലണ്ടിയും മാത്രം. അത് അക്കരെ മുളച്ച് നിൽക്കുന്ന ഭാവമുണ്ട് ആനല്ലേ മുളച്ച്. അത് കാണിച്ചു തരണേ ലാസ്റ്റ്. അവിടെ ഇതിലും നശിപ്പിച്ചു. രാത്രിയത്തെ പരിപാടിയാട്ടെ കാണിച്ചു വെച്ചേക്കുന്നത്. ഇത് എത്ര മാസം പ്രായമുള്ള തെങ്ങ? ഇത് 5 കൊല്ലം അല്ലേ? 5 കൊല്ലം. ഇതിനി പോയതേ ഉള്ളൂ. ഒന്നും കൂമ്പ് എല്ലാം കളഞ്ഞല്ലേ? ഇപ്പോൾ വെട്ടിക്കളയാനല്ലേ? വെട്ടിക്കളയാനേ പറ്റുള്ളൂ. അതിപ്പോൾ പരിസരം തകർത്ത് കളഞ്ഞു കേട്ടോ. ഒന്നും ബാക്കിയില്ല പറമ്പിൽ. ഓക്കെ, നടക്കുന്നതനുസരിച്ച് ഓരോ പ്രദേശം ഇതുണ്ട്. അടുത്തത് ഇതൊക്കെ നമ്മളിപ്പോൾ റോട്ടിൽ നിന്ന് ആ പ്രദേശത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളതാണ്. നമ്മൾ അവിടെ താഴേക്ക് ഇറങ്ങിയ വഴിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലെ എങ്ങനെയാണ് ആന ഇറങ്ങി പോന്നേക്കുന്നത്. ഒരു സെറ്റ് വാഴ ഇവിടെയുണ്ട്. ഭീകരമായ ഒരു കാഴ്ച കേട്ടോ ഇത്. എനിക്ക് എത്രയാണ് കളഞ്ഞിട്ടേക്കുന്നതെന്ന്. ആ കശുമാവും പടത്തി കളഞ്ഞല്ലേ? കശുമാവും പടത്തിയത്. ഇത് ഈ ഒരു മാവും അതും വേണ്ടോ. ഇതൊക്കെ ആന ചവിട്ടി ഇറങ്ങി വന്ന ഇതല്ലോ ചവിട്ടുപാടുകളാണ്. അവിടെയൊക്കെ നിന്ന് വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട്, കണ്ടമാനം കളഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാണ് പോയേ? താഴേക്കാ. ഇല്ല, തെറ്റല്ലേ? ഇല്ല, ആന പോയ വഴിയാ ഇത്. അത് ഈ എടുത്തിട്ട മണ്ണായോണ്ടേ ഇവിടെ തെന്നി വീഴൂല്ലേ? തെറ്റി വീഴും. ഇത് എടുത്തിട്ടല്ല, അവിടെ മുകളിലാണ് എടുത്തിട്ട മണ്ണ്. ആ വീട് രാജേഷിന്റെ വീട് പണ്ട് പ്രളയം വന്നപ്പോൾ ഇടിഞ്ഞല്ലോ. ഇത് കപ്പയൊക്കെ പറിച്ച് കളഞ്ഞു. ഓഹോ, ഇതിങ്ങനെ ചവിട്ടി ഇറങ്ങി പോയതല്ലേ? സാധാരണ കപ്പ തിന്നുന്നല്ല, ഇപ്പൊ കപ്പയും കൂടെ തിന്നു. ഈ കപ്പ മൊത്തം പറിച്ചാ? ആന പറിച്ചോ? അതെല്ലാം മൊത്തം പറിച്ചോ? ഒരു മിനിറ്റ് ചേട്ടാ. ഇതിലെഞ്ഞും തെറ്റുവേ. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇത് എത്ര ചോടുണ്ടായിരുന്നു കപ്പ? കപ്പയൊരു 100 കംപ്ലീറ്റ് കളഞ്ഞിട്ട്. ഇവിടെ 100 കംപ്ലീറ്റ് കപ്പയായിരുന്നു. 100 കപ്പയുടെ ഇല പോലും കുറച്ചേ ബാക്കിയുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ഇതുണ്ടോ കപ്പ പറിച്ചിട്ട് ബാക്കി ആന തിന്നാത്ത കപ്പ കിടക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഓരോ കപ്പച്ചോടുകളുണ്ടായിരുന്നു, എല്ലാം കംപ്ലീറ്റ് കളഞ്ഞു. നീ താഴോട്ട് ഇറങ്ങണം. പോവാം. ഇതുണ്ടോ കപ്പ കിടക്കുന്നുണ്ടോ. വീഴല്ലേ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിലാട്ടോ നടന്ന് പോയേക്കണത്. എനിക്ക് ഒന്നൊക്കെ ഇടിച്ചിട്ടേക്കുന്നത് കാണാം. ഈ താഴെ ഭാഗത്തൊക്കെ ഇതേപോലെ വാഴ കിടക്കുന്നത് കാണാം കേട്ടോ. ഓരോ തൊട്ടിയിലുള്ള ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇത് കപ്പയുടെ കണ്ടാണ്. ഓരോ തൊട്ടിയിലും ഇങ്ങനെ ഈ ഒരു ലെവൽ കംപ്ലീറ്റ് അങ്ങനെ വാഴ കളഞ്ഞ് അതിൻ്റെ താഴത്തെ ലെവലിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ കാണാം. അതിൻ്റെ താഴെ
കളഞ്ഞേക്കാണ്. അതായത് ഈ പറമ്പിൻ്റെ അകത്ത് ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വളരെ ഭീകരമായൊരവസ്ഥ തന്നെ കേട്ടോ. ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ നോക്കിയാൽ കാണാം ആനപ്പിണ്ടം നിലത്തോടെ കിടക്കുന്നതാ കാണാം. അങ്ങോട്ട് നോക്കിയതാ കംപ്ലീറ്റ് ഇതാ താഴേക്കും കാണാം ആന നശിച്ചിട്ടേക്കുന്ന രംഗങ്ങൾ. ഭീകരമായ അവസ്ഥ കേട്ടോ. ഈ പറമ്പിൽ ഇനി ഒരു വാഴ ഉണ്ടോയെന്ന് സംശയമാണ്. ഇതാ കംപ്ലീറ്റ് കളഞ്ഞിരിക്കുകയാണ്. ഇതുണ്ടോ താഴത്തെ അവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതുണ്ടോ ഇതുണ്ടോ എങ്ങോട്ട് നോക്കിയാലും ഈ നാശനഷ്ടം മാത്രമേ കാണാൻ. ഇതോ ഒന്നാന്തരം വാഴയായിട്ടേ കിടക്കുന്ന ഭീകരമായ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എഴുതി ഒപ്പിട്ട് കൊടുക്കണേ പെൻഷൻ മേടിക്കണമെങ്കിൽ. ആണല്ലേ? ഉണ്ടോ ഞാൻ എന്നാ അവരോടൊന്ന് പോകണോ? പോയിട്ട് ഇപ്പോൾ വരാം. എനിക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര ഭീകരமான അവസ്ഥ നോക്കി. ചേട്ടൻ 200 വാഴ എന്ന് പറഞ്ഞാൽ 200 കൂടുതലുണ്ടെങ്കിലുള്ളൂ. ഇങ്ങനെ ഇങ്ങോട്ട് നമുക്ക് എവിടെ നടന്ന് നോക്കിയാലും ഇത് കളയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ഭീകരമായൊരവസ്ഥ തന്നെ, പറയാതിരിക്കാൻ മേല. ഉണ്ടോ എവിടെ നോക്കിയാലും ഈ വാഴ കളഞ്ഞത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. അങ്ങോട്ട് നോക്കിയാലും കണ്ടമാനം. നമ്മളിപ്പോൾ തന്നെ കുറേ ദൂരം നടന്ന് ഇവിടം വരെ ഇറങ്ങി കണ്ടമാനം കാണാം കേട്ടോ. വലിയ ഒരു ഭീകരാവസ്ഥ തന്നെയാണ്. എങ്ങനെ കർഷകർ മുന്നോട്ട് പോകും? ഈ കാണുന്ന ആ മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കിവിടെയൊക്കെ നോക്കിയാൽ റബ്ബറും മറ്റ് സാധനങ്ങളൊക്കെ കാണാം. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഫോറസ്റ്റ് ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അവിടെയൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പുകളായിരുന്നു. ഇപ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങി ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ആളുകൾ പോകുന്ന കൊടുത്ത് ഇങ്ങോട്ട് പോരുവാണ് കേട്ടോ. ഉണ്ടോ കശുമാവിൻ്റെ കമ്പൊക്കെ ഒടിച്ച് ഇട്ടിരിക്കണതോ. കംപ്ലീറ്റ് കളഞ്ഞേക്കോട്ടോ. പറമ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്ന പറമ്പാണ് നിങ്ങൾ നോക്കി നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നോക്കി വാഴയുടെ തണ്ട് ആന എത്ര വിദഗ്ധമായിട്ടാണ് കടിച്ച് തിന്നേക്കുന്നത്. അതായത് ഇവരുടെ വീട് കൂടി കേട്ടോ. ഇവിടം വരെ ആന വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് ഓരോ തൊട്ടിയായിട്ടാണ്. അതായത് ഇതൊരു പ്ലാറ്റ്ഫോം, അതിൻ്റെ അടുത്തൊരു പ്ലാറ്റ്ഫോം, മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ്. എല്ലാ സ്റ്റെപ്പിലും ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തോട്ടും ഉണ്ട്. നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ഒന്ന് ഈ അവസ്ഥ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ വേറെ ഒരു വീടുണ്ട്. ഇവിടെ ബാക്കി ഇനിയും വാഴ നിൽപ്പുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഇതും കാണില്ല കേട്ടോ. കാരണം ഓരോ ദിവസവും താഴേക്ക് നിന്ന് പോരുകയെന്നാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ റോട്ടിലുള്ളതൊക്കെ കണ്ടതാണ്. 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ ഒക്കെ വന്നതൊക്കെ കണ്ടതാണ്. ഇതുണ്ടോ നോക്കി ഇത്ര ഭീകരമായ അവസ്ഥയാണ്. നോക്കി എല്ലാം എത്രത്തോളമാണ് നശിപ്പിച്ചിട്ടേക്കുന്നത്. പറമ്പിലൊന്നും കാണാനില്ല കേട്ടോ. നോക്കി ചവിട്ടി നിരപ്പാക്കി കളഞ്ഞത് മാത്രമേ കാണാനുള്ളൂ. നടന്ന് കണ്ടോ. മാത്രമല്ല ഇതിനകത്തൊക്കെ കപ്പ ഉണ്ടായിരുന്നു. ഇതുണ്ടോ ഇതൊക്കെ കപ്പയായിരുന്നു. ആ കപ്പയുടെ തണ്ട് മാത്രമുണ്ട് കേട്ടോ. ഇനി ബാക്കി വേറൊന്നുമില്ല. ഇതിലിങ്ങനെ ഇതുണ്ടോ ചവിട്ടുപാടുകളും കാണാൻ ഇങ്ങനെ നടന്ന് ഇതാ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. വളരെ ഭീകരമായ അവസ്ഥ എന്ന് പറയാനേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് താഴേക്ക്, ഇത് അടുത്ത പ്ലാറ്റ്ഫോമാണ്. അവിടെ ഇത് തന്നെയാണ് സ്ഥിതി. എങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വേറെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ആ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ കാഴ്ച നമുക്ക് ഇവിടെ ചെറുതായിട്ട് കാണാം. അത്ര ഇറങ്ങാൻ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പറ്റുമെങ്കിൽ ഞാൻ അവിടെയും കാണിച്ചു തരാം കേട്ടോ. പറമ്പിലൊരു സാധനം ഇനി ബാക്കിയില്ല കേട്ടോ. കണ്ടോ ഈ പ്ലാറ്റ്ഫോമിൽ തൊട്ട് താഴത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയാലും അത് തന്നെ കേട്ടോ സ്ഥിതി. കണ്ടോ വാഴക്കൊല അടക്കം അവിടെ കിടപ്പുണ്ട്. ഇതാ അങ്ങോട്ട് നോക്കിയാൽ അവിടെയും കിടക്കുന്നതാണ്. അവരുടെ വീട് ഇതേ അവിടെയാണ്. തൊട്ടടുത്താണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് കേട്ടോ. വല്ലാത്ത അവസ്ഥ തന്നെയാണല്ലേ ഏട്ടാ? വല്ലാത്ത അവസ്ഥ തന്നെയാണ്. കിടന്നിറങ്ങാൻ നമുക്ക് വിഷയിച്ച് പറമ്പിലിറങ്ങാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ നഷ്ടപരിഹാരം എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? കൊടുക്കാൻ പറഞ്ഞു. ഫോറസ്റ്റ് പറഞ്ഞു അക്ഷയ പോയിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഇതിന് മുന്നേ കളഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, കിട്ടിയിട്ടില്ല. ആദ്യം കളയുന്നത്. ആണല്ലേ? ആദ്യം കളഞ്ഞ അല്ല, ഓരോ തവണ കളഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. ആണല്ലേ? കിട്ടിയില്ല. ഓഹോ, അങ്ങനെയുള്ള ശരി. ഈ ഫെൻസിങ്ങിന്റെ പണിയുടെ കാര്യം അവരെല്ലാം പറഞ്ഞോ? ഫെൻസിങ്ങിന്റെ പണി ഒരു സ്ഥലത്ത് ഇടാമെന്ന് അവർ പറഞ്ഞ് പൂർത്തിച്ചിട്ടില്ല. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വന്നില്ല. ബാക്കി ഇടാമെന്നാ പറഞ്ഞ ഒരു 1.5 കിലോമീറ്ററോളം. ആണല്ലേ? അങ്ങനെയാ പറഞ്ഞു.
1.5 കിലോമീറ്ററോ. ആ ഇവർ ഈ ഉൾക്കാട്ടിൽ കൂടിയാ. ഉൾക്കാട്ടിക്കൂടെ ആ ഉൾക്കാട്ടിൽ കൂടിയാ. നമ്മുടെ പ്രൈവറ്റ് പോർഷനെ കൊണ്ട് അതിരുന്നല്ല, ഉൾക്കാട്ടിൽ കൂടെയാണ് ഇടുന്നത്. അതുകൊണ്ട് അത് മെയിൻ്റെനൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പുറത്ത് ചാടുകയും ചെയ്യും. ഇനി ഫെൻസിങ് ഇട്ടിട്ട് ഇവരങ്ങ് പോവുള്ളൂ. ഇനി ഫോറസ്റ്റിന്റെ ഒരു നമ്മളെ ആളിനെ പഞ്ചായത്തുകാരെന്തെങ്കിലും നെറ്റെങ്കിലേ ഉള്ളൂ പാത്രന്മാരെ. ഏകദേശം എത്ര വാഴ കളഞ്ഞു? ഇവിടെ ഇപ്പോൾ ഒരു 150-200 എണ്ണം കളഞ്ഞു. ഏത്തവാഴയും തെങ്ങും. തെങ്ങ് എത്ര എണ്ണം കളഞ്ഞു? തെങ്ങ് 4 എണ്ണം. കപ്പയും കളഞ്ഞിട്ടുണ്ടല്ലേ? കപ്പയും കളഞ്ഞു ഒരു 10-100 ചോട്. ആന ആദ്യം വരുന്നത് സാധാരണ പന്നിയായിരുന്നു കളഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ ആന ആളായിരുന്നു. അതായത് ഇപ്പൊ വന്ന് ഇങ്ങനെ താഴെ വരെ എത്തി. താഴെ വന്നെത്തി ടൗണിൽ വരെ വന്നു. പാലത്തോട് ഇത് ആന ഇപ്പം സ്ഥിരമായിട്ടൊരു 4-5 മാസം കൊണ്ട് നിലവിൽ ഇവിടെ നിലയുറച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ 4-5 മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെ തുരത്താനായിട്ടൊന്നും നടപടി ഇല്ലല്ലോ. ഒരു കാര്യങ്ങളോ ഒരു ഫെൻസിങ്ങിന്റെ കാര്യങ്ങളൊന്നും ഇവര് സ്പീഡ് ചെയ്യുന്നില്ല, സ്പീഡപ്പ് ആക്കുന്നില്ല. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ഇത് തന്നെ പറഞ്ഞു ഇവരോട് അധികൃതരോടെല്ലാം പറയുന്നുണ്ട് ഇതിന് വേഗം എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പം മാണിയപ്പാറ മുതൽ ഉരുപ്പുംകുറ്റിമല വരെ എത്തിയിട്ട് ഉള്ളൂ. തുടിമരം അങ്ങനെ ആ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ ഫെൻസിങ്. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഈ പകുതി കൊണ്ട് അവര് ഇവിടം വരെ ഉള്ളതാണ് പറയുന്നത്. ഈ പകുതി കോട്ടക്കിന്റെ മലയ്ക്ക് വരെ ഉള്ളതാണ് പറയുന്നത്. അങ്ങോട്ട് വിയറ്റ്നാമിന്റെ അങ്ങോട്ടായിട്ട് മുട്ടിക്കുന്നില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. പല ഭാഗത്തുനിന്ന് ആറളം അങ്ങോട്ടും മുട്ടിക്കുന്നില്ല. ആറളത്തുനിന്ന് വരുന്ന ആനയാണെന്ന് തോന്നുന്നുണ്ടോ? ആറളത്തുനിന്നും ഇവിടുന്നും വരുന്നു, നമ്മുടെ ഈ കർണാടകയിൽ നിന്നും വരുന്നുണ്ട്, ആറളം ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇപ്പൊ നിലവില് വരുന്നുണ്ട്. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന? ഞങ്ങളൊക്കെ എന്റെ ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ ഉള്ളതാ. 40-41 വയസ്സായി എനിക്ക്. 41 ജനിച്ചു വളർന്നതാണ് ഞാൻ ഇവിടെ. 40 വർഷം നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ തുടങ്ങി? ഇപ്പൊ ഒരു 2-3 വർഷമായുള്ളൂ ഇത് ഇതുപോലെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം കാട്ടിൽ തന്നെയായിരുന്നു. ഇങ്ങോട്ട് ഇതുവരെ ഞാൻ എന്റെ അറിവിൽ ഇപ്പൊ ഒരു കൊല്ലം 2 കൊല്ലം ആയിരുന്നു ഉള്ളു ഇങ്ങനെ ആന ഇറങ്ങാൻ. അതായത് മുകളിലുള്ള ആളുകൾ താഴേക്ക് ഇറങ്ങി പോരുന്നതനുസരിച്ച് താഴേക്ക് പറഞ്ഞു. ഇവിടെയുള്ള നിലവിലുള്ള ആൾക്കാരെല്ലാം സ്ഥലം മേടിച്ച് താട്ട് പോയി. കരിക്കോട്ടക്കരി ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയി പോയി. ഇത് ഒരു സംഗതി നട്ടാൽ കിട്ടില്ല. ഒരു കപ്പ നട്ടാൽ കിട്ടില്ല, വാഴ നട്ടാൽ കിട്ടില്ല, ഒരു സാധനം. ഇത് പന്നിയെ കൊണ്ട് ചേന അങ്ങനെയുള്ള ഒരു സംഭവം നടാൻ പറ്റില്ല. പിന്നെ ആന തെങ്ങ് കളയുന്നു, വാഴ കളയുന്നു, കവുങ്ങ് കളയുന്നു, എല്ലാം കിട്ടുന്നെല്ലാം ചവിട്ടി നശിപ്പിക്കുകയാണ്. കപ്പ അങ്ങനെയുള്ളതെല്ലാം വലിച്ചു വരച്ച് തിന്നുന്നു. എത്ര പറമ്പുണ്ടായാലും കാര്യമില്ല. എത്ര പറമ്പുണ്ടായാലും ഒരു കാര്യമില്ല. എല്ലാം ചവിട്ടി നിരപ്പാക്കിയിട്ട് പറ്റും. ഇതല്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, സാധാരണ ഞാൻ ഒരു ഏക്കർ സ്ഥലമുണ്ട്. ആ ഏക്കർ മൊത്തം അടിച്ച് എന്റെ അവിടെ വന്നിട്ടാണെങ്കിൽ വീട് സൈഡിൽ കുറെ ഒരു 10-100 വാഴ ഉണ്ടായിരുന്നു. അതെല്ലാം അടിച്ച് നിരപ്പാക്കി അവിടുന്ന് നേരെ താട്ടിറങ്ങുക. ടൗണ് തൊട്ട് താഴെ അങ്ങോട്ട് ഇറങ്ങി വന്നാണ് ഈ മൊത്തം നശിപ്പിക്കുന്നത്. ഇപ്പൊ മലങ്കര പള്ളിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. മെയിൻ ടൗണിൽ വരെ എത്തിയിട്ടുണ്ട്. ഇത് അധികൃതരോട് പറയുന്നത് പോയി എത്തൂലേ കരിക്കോട്ട? പോയി ഇതിപ്പോ എടപ്പഴയ്ക്ക് എത്തും. എടപ്പഴ കരിക്കോട്ടക്കരി അങ്ങനെ താട്ട് പോകുന്നത്. കരിക്കോട്ടക്കരി എടപ്പഴ അങ്ങോട്ട് എത്തും ആന വന്ന് നിലവില്. അവിടുന്ന് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. ആറളത്ത് അവിടെ എല്ലാം ഇത് ആന 1-2 ഏത് പഞ്ചായത്താ? ഞാൻ അയ്യങ്കുന്ന് പഞ്ചായത്താണ്. അയ്യങ്കുന്ന് പഞ്ചായത്ത്. ഇപ്പൊ ആന നിലവിൽ ഇപ്പം ഒരു 3 സെറ്റ് ഉണ്ട് അവിടെ. ഇവിടെ ഈ ആറളത്തും അയ്യങ്കുന്നിലുമായിട്ട് നമ്മുടെ പഞ്ചായത്തിലും ആറളം പഞ്ചായത്തുമായിട്ട് ഒരു 3 സെറ്റുകളും ഉണ്ട്. 10-25 ആനയോളം അടുത്തുണ്ട് നിലവിലിപ്പം. ആനകൾ ഇവിടെ നിലയുറച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം സ്ഥിരം ഇറങ്ങുന്നുണ്ട് ആന. ഇപ്പം ഫെൻസിങ് തീരാതെ നിങ്ങൾക്ക് ഒരു ഇതും ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല അവര്. അത് ഫെൻസിങ് തീരാതെ അവരോട് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അവര് ഇപ്പം നിലവിൽ ചാർജ് ചെയ്തിട്ടില്ല, പണി നടക്കുന്നുണ്ട് മലയ്ക്ക്. ഈ ആന വരുമ്പം അവരെ എങ്ങനെ ഒരു വരവ് വരും, വന്ന് നോക്കും, പെട്ടെന്ന് അങ്ങ് പോകും അവര്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ട രീതി കൈകാര്യം ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു നോട്ടവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അതാണ്. അപ്പം അവര് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇത് സംവിധാനം ചെയ്ത് പോകുന്നതിന് നഷ്ടപരിഹാരം കിട്ടുമായിരുന്നെങ്കിൽ. നഷ്ടപരിഹാരം ഇത് വാഴ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടൊന്നും ഒരു നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ വെക്കാന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ വെള്ളം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെക്കാനേ ഉള്ളൂ. ഒന്നും കിട്ടപ്പോരൊന്നും ഇല്ല. എന്താ ചെയ്യാനാ? അപ്പൊ അതുകൊണ്ട് അധികൃതർ എന്തെങ്കിലും വേണ്ട നടപടി എത്രയും പെട്ടെന്ന് എടുക്കാതില്ലേ. ഇപ്പൊ എന്തോരം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുകയല്ല. വിഷമം വന്നു പോകും. 1 ഏക്കറോളം അടിച്ചു തകർത്തേക്കുന്നേ. വിഷമം എന്ന് പറഞ്ഞാൽ ശരിക്കും വിഷമം വരുന്നുണ്ട്. ഒന്നും ബാക്കിയില്ല. കൊടി നട്ട കാലുകളും എല്ലാം മൊത്തം ഒറ്റ സാധനം ബാക്കി വെക്കുന്നില്ല. എന്ത് ചെയ്യാനത്?
കൃഷിപ്പണിയെല്ലാം നമ്മൾ ഇതില് പണ്ട് മുതലേ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നതാണല്ലോ. അപ്പം തുമ്പപ്പണി എല്ലാം എല്ലാം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാ. ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ അത് മെയിൻ റോട്ടിൽ കൂടെ തന്നെ വരുന്നുണ്ടല്ലേ? ആ, മെയിൻ റോട്ടിൽ കൂടെ മേലെ കാട്ടിൽ നിന്ന് ഇറങ്ങും, ഇപ്പുറത്തെ കുന്നാണ്, അവിടെ നിന്ന് ഇറങ്ങും, എല്ലാം മെയിൻ റോട്ടിൽ കൂടെ തന്നെ വരുന്നു. അത് നേരെ വരുന്നു, വാളത്തോളിലേക്ക് ഇറങ്ങുന്നു. കിലോമീറ്ററെങ്കിലും ഇപ്പൊ ഈ മെയിൻ റോട്ടിൽ കൂടെ ആനയുടെ പിണ്ടം കാണാം അല്ലേ? 1 കിലോമീറ്റർ ഒന്നും അല്ല, 1-1.5-2 കിലോമീറ്ററോളം ആനപ്പിണ്ടം അങ്ങനെ വരെ കാണാം വഴി. ഞാനിപ്പോ വണ്ടി കൊണ്ട് വന്ന വണ്ടി തന്നെ കളിച്ച കാട് അതിലും എത്രയോ ഒരു 1-1.5-2 കിലോമീറ്റർ മേലെ ഉള്ളത്. എന്നിട്ട് അവിടുന്ന് ഒരു 2-3 കിലോമീറ്ററോളം ഇങ്ങനെ ആനപ്പിണ്ടം ഇങ്ങനെ കിടക്കുക വഴി കൂടെ, നമ്മുടെ മെയിൻ വഴി കൂടെ, മെയിൻ റോഡിൽ കൂടെ കിടക്കുവാണ്. അതാണ് ഇപ്പം അധികൃതര് വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു രക്ഷയില്ല ആനയെ കൊണ്ട്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ആനയെ കൊണ്ട്, ഒരു രക്ഷയില്ല. അധികൃതർ എന്തെങ്കിലും നിലപാടെടുക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പശുവിനെ പോലും കറക്കാനുള്ള ഇതില്ല. രാവിലെ ഞാനായിട്ട് കന്നാലിക്കൂടിന്റെ അടുത്ത് വന്ന് നിന്നപ്പം ഈ ആന അവിടെ ഉണ്ട്, ആനയും കുഞ്ഞും ഉണ്ട് അവിടെ. ഒറ്റ കാർച്ച കാരി. പിന്നെ പശുവിനാണെങ്കിൽ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് 5 ലിറ്റർ പാലായി രാവിലെ. വെളുപ്പിന് 4:45 പശു മേടിച്ചു കഴിഞ്ഞാൽ പാല് കിട്ടും. പശു ഭയങ്കര കാർച്ചയും അമർച്ചയും തുള്ളലുമാണ്. അതും അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. മനുഷ്യരും മൃഗങ്ങളും എല്ലാം ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. മൃഗങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. ശല്യം കൊണ്ട്. ഇത് കണ്ട ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഭ്രാന്ത് പിടിച്ചു കേട്ടോ. എത്രത്തോളം അത് കളഞ്ഞേക്കുന്നത്, എങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെ കാണാനുള്ളൂ. വളരെ ഭീകരമായ ഒരവസ്ഥ കേട്ടോ. കർഷകർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കർഷകരെ ഒരിക്കലും സർവേ ചെയ്യുകയല്ല കേട്ടോ. ഈ പോക്കാണെങ്കിൽ തീർന്നു, കൃഷിയൊക്കെ തീർന്നു. ഇനി നമുക്ക് വല്ല കർണാടകയോ തമിഴ്നാടിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കാം കേട്ടോ. അത് മാത്രമേ നടക്കുള്ളൂ. ഇവിടെ ഒരു നടപടിയും ആരും എടുക്കുന്നില്ല. വളരെ പരിതാപകരം എന്നല്ലാതെ നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. കാണുമ്പോൾ തന്നെ സങ്കടമാകുന്നു കേട്ടോ. ഇവരുടെ ഭാഗം സംസാരിക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലാതാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഒരു 1.5 മാസം മുന്നേ എന്റെ വീടിന്റെ മുകളിൽ ഒരു കടുവ പിടിച്ചിട്ടായിരുന്നു. ഒരു മലാന്റെ അവശിഷ്ടം കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അധികൃതരെ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പോർച്ചുകാരൊക്കെ വന്ന് ചെക്ക് ചെയ്തു. വീടിന്റെ അവിടെ എത്ര ദൂരം? വീടിന്റെ തൊട്ട് മേലെ തന്നെ, അടുത്ത് തന്നെ. അപ്പം വീടിന്റെ അടുത്ത് തന്നെ. അത് എന്നിട്ട് ഇങ്ങനെ വന്ന് അധികൃതരെല്ലാം വന്ന് എല്ലാം പരിശോധിച്ച് എല്ലാം നോക്കി, ഡോക്ടർമാരെല്ലാം വന്ന് പരിശോധിച്ച് നോക്കി. അവിടെ തന്നെ കുഴിച്ചിട്ട് കടുവയാണെന്നും സംശയമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ക്യാമറയൊക്കെ വെച്ചു. ക്യാമറ എല്ലാം വെച്ചിട്ട് പോയിരുന്നു. പിന്നെ ഒരാഴ്ച 2 ദിവസം അവർ ഓരോ ദിവസം വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ കുറുക്കനും പട്ടിയൊക്കെ ഇങ്ങനെ വന്ന് ഇത് മാന്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ മാന്തുന്നുണ്ടെന്ന് പറഞ്ഞു ഇവർ കുഴിച്ചിട്ടേച്ച് പോയപ്പോ. അങ്ങനെ അവർ ക്യാമറയൊക്കെ വെച്ച് വന്നു. അപ്പൊ അത് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച അവര് ക്യാമറ ഇവിടെ നിലവിൽ സ്ഥാപിച്ചായിരുന്നു എന്റെ വീടിന്റെ തൊട്ടുമേലെ തന്നെ. പിന്നെ കുറച്ചുകാർ പറഞ്ഞു അതിന് ഒന്നും കാണുന്നില്ല, ഈ വെച്ചിട്ടൊന്നും കാണുന്നില്ല. അപ്പം അത് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞു. 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവരത് എടുത്തോണ്ട് പോയി. കടുവ തന്നെയാണ്. അതായത് അതിന്റെ വയറ്റിന് ഈ ചങ്കിന്റെ ഉള്ളിൽ മൊത്തം തിന്നു പോകും. പിന്നെ കുറുക്കനൊക്കെ ഉണ്ട്. കുറുക്കനെല്ലാം കോഴീനെ ഓടി ചുറ്റി പിടിക്കുക. കോഴിയൊക്കെ ഉണ്ട്, കോഴിയൊക്കെ ഉണ്ട്. കുറുക്കൻ എല്ലാം താഴേക്ക് ഇറങ്ങി വരും. കുറുക്കനുണ്ട്, എല്ലാം കോഴിയുണ്ട്. എനിക്ക് 10-20 കോഴിയുണ്ട്. അതിനെല്ലാം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് തന്നെ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു മൂർക്കൻ മിനിങ്ങാന്ന് ഒരു മൂർക്കൻ പാമ്പുണ്ടായിരുന്നു. അതിനെ പിടിച്ചു. അതിനെ ബൈസൽ വിളക്കോട് വന്ന് മിനിങ്ങാന്ന് പിടിച്ചിട്ട് പോയി. എല്ലാ ഇതുകൊണ്ടും ഒരു രക്ഷയില്ല. കടുവയായിട്ടും മാനായിട്ടും പുലിയായിട്ടും എല്ലാ സാധനമുണ്ട്. എല്ലാ മൃഗങ്ങളും ഇറങ്ങാണ്. ഇപ്പൊ ജീവിക്കാനൊരു മാർഗമില്ല ഇവിടെ. അപ്പൊ അങ്ങനെയാണ് ഉള്ളത്. അധികൃതർ എന്തെങ്കിലും നിലപാടെടുത്ത് കൈകാര്യം ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് എല്ലാം ഫെൻസിങ് ആനയ്ക്ക് വേണ്ടി എല്ലാ മൃഗവും ഇപ്പൊ വീട്ടിന്റെ മുറ്റത്തെത്തി. ഇറങ്ങാൻ പറ്റുന്നില്ല, വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ല. ആർക്കും രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുക. വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. നേരം വെളുത്താൽ പോലും വെട്ട ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ പുറത്ത്. എല്ലാവർക്കും അങ്ങനെ. പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരുണ്ട്, സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്. അവരൊക്കെ പേടിച്ചിട്ട് എങ്ങനെയാ വിടുക? അത് അവിടെയെല്ലാം മോളിലെടുക്കാൻ നല്ല പോവാ. താഴെ അടിച്ച് വാഴ അടിച്ചടിച്ചിട്ടുണ്ട്. ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ആന ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആന വന്നിട്ട് കളഞ്ഞ കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ അത്. ഇതാണ് നമ്മളിന്ന് വാളത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോൾ കണ്ടത്. കർഷകരുടെ ദുരിതം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. വളരെ സങ്കടം തോന്നുന്നു ഈ ഒരു കാഴ്ച കാണുമ്പോൾ. ഓരോ പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വന്യമൃഗശല്യം ഉണ്ടായി കർഷകർക്ക് നഷ്ടമുണ്ടാകുമ്പോൾ ഇങ്ങനെ വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ ഇതിനൊരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണയാണ് കഴിഞ്ഞ 3-4 മാസത്തിനിടയ്ക്ക് കാട്ടാനകൾ ഈ പ്രദേശത്തോടൊക്കെ ഇറങ്ങിയത്. അതിനിടയ്ക്ക് അവർ പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. അതായത് മുകളിൽ നിന്നുള്ള, അതായത് ഫോറസ്റ്റിനോട് ചേർന്നുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ സ്ഥലമൊക്കെ വീടൊക്കെ ഒഴിവാക്കി താഴേക്ക് പോന്നപ്പോൾ
തൊട്ട് താഴെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയി ഇപ്പോൾ വാളത്തോട് ടൗണിന് വരെ എത്തി കാട്ടാനകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആളുകളെ വനാതിർത്തിയിൽ നിന്ന് ഒഴിവാക്കുകയല്ല ഇതിനൊന്നും ഒരു പരിഹാരം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ കാട്ടാനകൾ ടൗണിലും ജനവാസ മേഖലയിലും മാത്രമായി തമ്പടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ആറളത്തുനിന്ന് തുരത്തുന്ന കാട്ടാനകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഫെൻസിങ്ങിൻ്റെ കാര്യം എവിടെ എത്തിയിട്ടില്ല, അതും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും വളരെ ദുഃഖം തോന്നും ആ സ്ഥലം കാണുമ്പോൾ. തകർത്തിട്ടിരിക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലം. ആ പറമ്പിൽ ഇനി ഒന്നും ബാക്കിയില്ല, അവശേഷിക്കുന്നില്ല. ആ കർഷകരുടെ മുഖത്തെ ദുഃഖം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഏതായാലും വലിയ ദുരിതത്തിൽ തന്നെയാണ് കർഷകരുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.